ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ബസ് നമ്മൾ റിവീലാക്കിയിട്ടുണ്ട്. കൊമ്പൻ ബസ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബസ്. കുറച്ച് അടിപൊളിയാണ്, എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ഇടാനോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ താഴെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ധാരാവി ഗ്രൂപ്പിൽ ചേരാനുണ്ടെങ്കിൽ എനിക്കൊന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും ധാരാവി ഓണറിൻ്റെ ഇൻസ്റ്റ ഐ ഡി ഷെലോക്സ് ബ്രോൻ്റെയും ഞാൻ താഴെ കൊടുക്കാം. ഞങ്ങളെ ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിടണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഗൈസ്, ഇതാ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നമ്മളെ ബാക്കിൽ പോലീസാണ് എന്നൊരു സംശയം ആണ് ഗൈസ്. പോലീസ് തന്നെ. അങ്ങനെ ഗൈസ്, നമ്മുടെ പോലീസ് പൊക്കി. അതെന്തിനാണാവോ ഗൈസ് നമ്മളെ പൊക്കി? സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഇന്നലെ റിവീൽ ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ബസ് ശരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ എന്താ സാറെന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറ് ഫുള്ള് കലിപ്പിലാണ്. നമ്മൾ കരയുന്ന ഇമോജിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊക്കിയോ ഗൈസ്. ഇന്നലെ ഇറക്കിയിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പം തന്നെ നമുക്ക് പണി കിട്ടി. എന്താണ് ഇത്? എന്താ കാണിച്ചു വെച്ചതെന്നോ? ഇതെന്താ കാണിച്ചു വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനിപ്പോൾ എന്താ കുഴപ്പം? എന്താണാവോ ഗൈസ്? ഇടങ്ങിപ്പോൾ ആ സ്റ്റിക്കറും ഉള്ളിലാണെങ്കിൽ നല്ല ലൈറ്റും വർക്കൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കൊന്ന് മെസ്സേജ് അയക്കാം. യെസ് സാർ അങ്ങനെന്തോ മെസ്സേജ് അയക്കുക. നമ്മളോട് വരാനാണ് ഗൈസ് പറഞ്ഞത് സ്റ്റേഷനിലേക്ക്. ഇനിയിപ്പോൾ എന്താണാവോ നടക്കുക ഒന്നും അറിയില്ല ഗൈസ്. അപ്പം നമുക്ക് സാറിൻ്റെ കൂടെ തന്നെ പോകാം. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്ന, അല്ലെങ്കിൽ ബസ് വീട്ടിൽ തന്നെ വെച്ചാൽ മതിയെന്ന് ഗൈസ്. രാത്രി വീഡിയോ എടുത്താൽ മതിയായിരുന്നു. നമ്മൾ വണ്ടി എന്തായാലും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകും ഗൈസ്. എന്തായാലും നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും എന്താ പോലീസ് പൊക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് പറയണം സ്റ്റേഷനിലെത്തിയിട്ട്. പോലീസ് ഇതാ എന്തൊക്കെയോ തട്ടി മറിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോവാം. മൂപ്പര് കത്തിച്ച് പോയിക്കുന്നു പോലീസ്. ഇപ്പം ഫൈനൊന്നും ഇടൂലേക്കും കേസ്. കയ്യിൽ ആകെ ഉള്ളത് 11,000 അങ്ങനെ എന്തോ ഉള്ളൂ. 11,000 20,000 അങ്ങനെ എന്തോ ഉള്ളു കേസ്. ഒരു 1,00,000 ഒന്നും പറയില്ലേക്കും. ഈ ബസ് പിടിച്ചു വെച്ചാൽ കേസ് നമ്മുടെ പണി പോകും. നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേസ്. ഏകദേശം പോലീസ് സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി നേരെ കയറ്റാം ഉള്ളിൽ. അവിടെ ഒരു പച്ച ബസ് കിടക്കുന്നു. അതൊക്കെ പിടിച്ച് വെച്ചതാണോ? ഇനി ഇതും പിടിച്ച് വെക്കുമോ എന്നൊരു സംശയം. തൽക്കാലം വേണ്ട. ആ ബസ്സിൻ്റെ ബാക്ക് കൊണ്ടുപോയിടാം, അതാണ് നല്ലത്. അങ്ങനെ കഴിച്ചാൽ നമ്മളിവിടെ അയ്യോ തട്ടി കുറച്ചും കൂടി ബാക്ക് എടുത്ത് വെക്കാം. ഓക്കെ. അയ്യോ, പോലീസ് നല്ല ചൂടായി വരുന്നുണ്ട് ഗൈസ്. ചൂടാവുന്ന ഇമോജി ഇട്ടിട്ട് വരുന്നുണ്ട്. എന്താണാവോ? നല്ല വർക്ക് ചെയ്തൊരു വണ്ടിയായിരുന്നു ഗൈസ്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഗൈസ് ഇതുവരെ. അങ്ങനെ കൊമ്പെന്നുള്ളത് നോക്കി നിൽക്കുകയാണ്. പുതിയ റൂൾസ് ഒന്നും അറിയില്ല എന്നാണ് ഗൈസ് ചോദിച്ചത്. നമുക്കറിയാം സാറ് സോറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്.
ഗൈസ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് എന്നൊന്ന് പറയാം. തമിഴ്നാട്ടിലേക്ക് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താ പറയുകയെന്ന് ചോദിച്ചോക്കെ, എന്താ പറയുക ഗൈസ്, നമ്മളെ വിട്ടാൽ മതിയേനു. ഇന്നെ വിട്ടാൽ കഴിച്ചിലായിണ്ട്. എന്നിട്ട് നമുക്ക് വേഗം തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് നേരെ വിടണം ഗൈസ്. അവിടെ ഭയങ്കര സീനാണ്. നമുക്ക് നമ്പർ പ്ലേറ്റും കൂടി ഇല്ല ഗൈസ്. അത് കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്പർ പ്ലേറ്റും കൂടി കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ പിടിച്ചേക്കുന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ലൈറ്റും എന്താ. ഇപ്പോൾ ഇത് കേരളത്തിലുള്ളതാ. ഫൈൻ ചെയ്യണം എന്നാണ് സാറ് പറഞ്ഞത്. അപ്പം നമുക്ക് ചെയ്യാം എന്നിട്ട് മെസ്സേജ് ഓക്കെ സാർ എന്നിട്ടിട്ടുണ്ട് ഗൈസ്. ഭയങ്കര ചൂടായിട്ടുണ്ട് മൂപ്പര്. അപ്പം അതാ മൂപ്പര് ചെക്ക് ചെയ്യട്ടെ വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നോ എക്സ്ക്യൂസ് എന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. സാർ സോറി എന്നിട്ടാ. അയ്യോ സ്റ്റിക്കർ ഒക്കെ ഊരണോ എന്ന് ചോദിച്ചു നോക്കാം. അയ്യോ സ്റ്റിക്കറിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയി. STIC എന്നാണ്. അത് പോട്ടെ. പക്ഷേ ഇതിനിപ്പോൾ എന്താ പറയുക ഗൈസ്, എനിക്ക് പേടിയാവുന്നുണ്ട്. ബസ് തമിഴ്നാട്ടിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് ആന്ന് മെസ്സേജ് അയക്കാം. എന്നിട്ട് മെസ്സേജ് അയക്കുക ഗൈസ്. അപ്പം ഇനി സാറെന്താ പറയുന്നത് നോക്കിയിട്ട് ഗൈസ് ഞാൻ വരാം കേട്ടോ. അങ്ങനെ ഇതാ സാറ് വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ചോദിച്ച് നോക്കാം. 10K തരാം സാറേ, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. സാറ് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വിടുമോ ചോദിച്ചു നോക്കാം. എന്താ പറയാറില്ല. നല്ല സാറാണെങ്കിൽ വിടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓ ഗൈസ്, എന്താ കൈക്കൂലിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാറ് ഭയങ്കര ചൂടായി. പക്ഷെ ചോദിക്കണ്ടായിരുന്നു. സാറ് ഭയങ്കര ചൂടായിട്ടുണ്ട്. എന്തായാലും ഈ ബസ് നമ്മളെ വിട്ടാൽ മതിയായിരുന്നു. എന്താ പറയുകയെന്നൊന്നും അറിയില്ല ഗൈസ്. പക്ഷെ ചോദിക്കണ്ടേന്. ഈ സാറെന്താ 10K തരാമെന്ന് പറഞ്ഞിട്ട് സാറെന്താ അതൊക്കെ. ഈ സ്റ്റേഷൻ അകത്തേക്ക് വാ. അയ്യോ ഗൈസ്, നീ പിടിച്ച് വെക്കുമോ നമ്മളെ? പോയി നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ സാറതാ അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. അത് അവിടുത്തെ ഇതൊക്കെ അയ്യോ പോലീസ് വണ്ടിയൊക്കെ അതാ സൈറനൊക്കെ അടിക്കുന്നു. അയ്യോ നമ്മളെ വണ്ടി നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം എന്താ പറയാന്ന്. ഒരു ടീഷർട്ട് പോലും ഇല്ല, അതുപോലും ഞാൻ മേടിച്ചിട്ടില്ല. എന്താണാവോ. ബസ്സിൻ്റെ പണീൻ്റെ ബാക്കി പൈസ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഇരിക്കാനൊന്നും പറ്റൂല സാറേ, ടെൻഷനാണ്. ഇരിക്കാനൊന്നും സമാധാനമൊന്നുമില്ല. ഒന്ന് എങ്ങനെ സെറ്റാക്കി തരുമോ? ഒന്നെങ്കിൽ വണ്ടി എങ്ങനെയെങ്കിലും പൈസ എത്ര വേണമെങ്കിലും തരാം. വണ്ടീൻ്റെ ബാക്കി പണി ചെയ്യാനുള്ള കാശ് കുറച്ച് ക്യാഷ് ഉണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ സാറേ എന്ന് പറയാം. ഇനി എന്താണാവോ, നമ്മളെ വണ്ടിയിലുള്ള എന്തൊക്കെയോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ വെക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഉണ്ട്. അതാണ് പറഞ്ഞിട്ടൊന്നും മിണ്ടുന്നൊന്നുമില്ലല്ലോ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇതുവരെ എന്നെ പോലീസൊന്നും പിടിച്ചില്ലായിരുന്നു. ഒന്നും പറയുന്നൊന്നുമില്ലല്ലോ. ഗ്രാഫിക്സ്, ലൈറ്റ് വർക്ക്, ഇൻറ്റീരിയർ, എക്സോസ്റ്റ് ഒന്നും വെക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളെ വണ്ടിയിലുണ്ട്. ഗ്രാഫിക്സും ലൈറ്റ് വർക്കും എക്സോസ്റ്റും ഒക്കെ ഗൈസ് നമ്മളെ വണ്ടിയിലുണ്ട്. എന്താണ് പറയുന്നത് എന്നറിയില്ല. എന്തായാലും ഫൈനായിരിക്കും. സാറേ ഇത് കേരളം നമുക്ക് അയച്ചൊക്കെ ഗൈസ്. ഇതെന്ത് കേരളമാണെന്ന്. ഇത് ഇല്ലീഗൽ ആണ് എന്നാണ് ഗൈസ് പറഞ്ഞത്. ഇപ്പം എന്തായാലും ഗൈസ് നമുക്ക്
പണി നല്ല കിട്ടി. പോലീസ് റൂൾസ് പഠിപ്പിക്കുന്നു. ഓക്കെ, സാറൊന്ന് മെസ്സേജ് അയക്കാം. സാറ് പറഞ്ഞാൽ ഞാനാ പോലീസ് റൂൾസ് പഠിപ്പിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാർ എനിക്ക് ബസ് തരുമോ എന്നാണ്, നമുക്കൊന്ന് ടൈപ്പ് ചെയ്തൊക്കെ നമുക്ക് തിരിച്ച് തരുമോ നമ്മുടെ ബസ് എന്ന്. എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. ബസ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഗൈസ് നമുക്ക് ഇന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ. തൽക്കാലം നീ ഒരു 11K അടയ്ക്കണം. അപ്പോൾ ഗൈസ് നമ്മളോട് ഒരു 11,000 അടയ്ക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് തൽക്കാലം സാറിൻ്റെ ഗൂഗിൾ പേയിലൊന്ന് അയച്ചു കൊടുക്കാം. ഒരു 11,000 അയച്ചു കൊടുക്കാം. എന്നാൽ ബസ് തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് 11,000 അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സെൻഡഡ് ടു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് താങ്ക്സ് പറഞ്ഞിട്ട് പോവാം. നമ്മളെ 11,000 അങ്ങനെ പോയി. കറക്റ്റ് ഗൈസ് നമ്മൾ പോലീസിൻ്റെ മുമ്പ് തന്നെ, അയ്യോ അറിയാണ്ട് ദേഷ്യത്തിൻ്റെ ഇമോജി. ബസ് ഇന്നു തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഗൈസ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാനാണ് ഗൈസ്, ഇന്ന് തന്നെ കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സാറിന് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് വേഗം ഇവിടുന്ന് വിടാം, അല്ലെങ്കിൽ ഇനിയും നമുക്ക് പണി കിട്ടാൻ സാധ്യത ഉണ്ട്. അയ്യോ നമ്മുടെ ബസ് അത് ഓടിപ്പോട്ടെ. ഓക്കെ, ഈ പോലീസ് വണ്ടിയൊക്കെ നല്ല വർക്കും ചെയ്ത്, ലൈറ്റും മുകളിൽ. നമ്മുടെ വണ്ടിക്കൊന്നും പറ്റൂല. ഗൈസ് നമുക്ക് വേഗം വണ്ടി എടുത്ത് പോകാം. സാറ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് മുമ്പേ നമുക്ക് വേഗം വണ്ടി എടുത്ത് പോകാം. അത് ഓടി വരുന്നുണ്ട്. ഇനി എന്താണാവോ, നമുക്ക് വളച്ചെടുത്ത് വേഗം പോവാം. നമ്മളതാ റിവേഴ്സ് അയ്യോ ഗിയർ മാറിയില്ല. ഓക്കെ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇതാ നമ്മൾ നേരെ വണ്ടി പുറത്തേക്ക് പോവാണ്. നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇനി എന്തെങ്കിലും പറയാം. പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് എക്സ്പീരിയൻസ് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.